ഞാൻ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനല്ലേ, വന്നിരുന്ന ഒരാളാണ്. ഇത് പൊതുപരിപാടിയല്ല. തേവര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശന് ഈ ക്യാമ്പസിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് നൽകുന്ന സ്വീകരണമാണ്. ഞാൻ ഈ കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഇവിടെ നിന്ന് മുന്നോട്ട് പോയൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ കോളേജിന്റെ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാൻ ഈ പരിപാടിയിൽ വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചരിക്കുക, സുസ്മേരവദനായി നിൽക്കുക എന്നത് ഞാൻ പഠിച്ച എൻ്റെ രാഷ്ട്രീയമാണ്. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നതിന്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. എനിക്കറിയില്ലല്ലോ സ്വാഭാവികമായും. അല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശൈലിയെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ വിമർശിക്കുകയോ ചെയ്യേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെ നിങ്ങൾ ആരും ധരിക്കേണ്ട കാര്യമില്ല. ഞാൻ UDF സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ KSUവും സർക്കാരും തമ്മിൽ പോര് എന്ന് നിങ്ങൾ വലിയ ടാഗ് ലൈനുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഞങ്ങളുടെ നിലപാട് പറയാനും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ഈ പാർട്ടി ഞങ്ങൾക്ക് അവകാശം തരുന്നുണ്ടെന്നേ. ഇതൊരു ജനാധിപത്യ ഞാൻ പറഞ്ഞല്ലോ, KPCC നേതൃത്വവും ഞാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. നേരിട്ട് കണ്ട് എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് KSUവിന്റെ പ്രയാസം, പ്രശ്നം, സങ്കടം ഇതെല്ലാം കേൾക്കാൻ തയ്യാറാണെന്ന് എൻ്റെ പാർട്ടി നേതൃത്വം എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വിഷമതകൾ അല്ലെങ്കിൽ KSU പ്രവർത്തകർ നേരിടുന്ന വിഷമതകൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടി വേദിയിൽ ഞാൻ സംസാരിക്കും, പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ സംസാരിക്കും. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലേക്കുള്ള നിങ്ങൾക്കുള്ള ഒരു ടാഗ് ലൈനുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടായിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനല്ലേ, ഞാൻ ഒരു വിദ്യാർത്ഥി നേതാവല്ലേ, KSUവിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ. ഞങ്ങൾ എൻ്റെ ബോധ്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, എൻ്റെ സംഘടനയുടെ മുൻകാലഘട്ടത്തിലുള്ള പ്രവർത്തന ശൈലി ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതല്ലേ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം വിമർശനങ്ങളാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ വിമർശനങ്ങളിൽ എൻ്റെ നേതാവ് വി ഡി സതീശനാണ്. ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമെന്ന കാര്യത്തിൽ എൻ്റെ നേതാവ് വി ഡി സതീശനാണ്. അതിൽ എനിക്കൊരു അപമാനമോ അല്ലെങ്കിൽ എന്തൊരു കുറ്റബോധമോ ഇല്ല. എല്ലാ കാലഘട്ടത്തും സർക്കാരിൻ്റെ, ഞാൻ പറഞ്ഞു, ഇന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെല്ലാം പറഞ്ഞു, KSUവിനും മറ്റ് പോഷക സംഘടനകൾക്കെല്ലാം അവരുടെ വിമർശനങ്ങൾ പറയാം. അതിനൊരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനപ്പുറം ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് ഉപയോഗിച്ച ചവിട്ടുപടികളെ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ വിമർശനം നടത്തിയത്. അല്ല, അത് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് ചോദിക്കും. ഞാൻ പറയേണ്ടത് ഈ സംഘടനയുടെ നിലപാടാണ്. പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തിരിച്ചാവർത്തിക്കുകയല്ലല്ലോ എൻ്റെ ഉത്തരവാദിത്വം. അപ്പം അതുകൊണ്ട് ഇതിന് യാതൊരു രീതിയിലേക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളൊരു മാനവും നിങ്ങൾ കൊടുക്കരുത് ദയവേത്. ഇതൊരു സ്വകാര്യ ചടങ്ങാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ള രാഷ്ട്രീയം, ഞാൻ പറയേണ്ട വേദി എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി വേദിയാണ്. സാധാരണ വെള്ള ഷർട്ടിലെ വരാറ്, ഇന്നെന്തൊരു നീല ഷർട്ടാണല്ലോ, എന്തൊക്കെയുണ്ടോ